ആദ്യമായിട്ട് ഇവിടെ എത്തുന്നത് മിസ്റ്റർ കേരള 2015. മിസ്റ്റർ കേരള 2015. Yeah. Sachin Sebastian. മിസ് കേരള അല്ല മിസ്റ്റർ കേരള. മിസ്റ്റർ കേരള. എനിക്കാണ് എന്റെ മനസ്സ് മുഴുവൻ ഈ സ്ത്രീകളുമായിട്ട് സംസാരിച്ച് മിസ് കേരള കിടക്കുന്നത്. എത്ര തവണ ഇതിനൊക്കെ മത്സരിക്കാൻ പോയിട്ടുണ്ട്? ഞാനിപ്പോ 4 കൊല്ലമായിട്ട് തന്നെ ചെയ്യാണ്. ഏകദേശം ഏത് പ്രായത്തിലാണ് ഇത് തോന്നി തുടങ്ങിയത്, ഇങ്ങനെ എനിക്ക് മത്സരമുണ്ടാക്കണമെന്നൊക്കെ? 21-ാം വയസ്സിൽ ഇത് തുടങ്ങി. എത്ര നാളത്തെ അധ്വാനം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു ജിമ്മത്ത കിട്ടിയത്? ഇപ്പോ 3 വർഷത്തെ കഠിനാധ്വാനമാണ്. ഇപ്പൊ ഞാൻ ഓഫ് സീസൺ ആണ്. സീസൺ ഒക്കെ ഉണ്ടോ? ഓഫ് സീസൺ ഉണ്ട്, കോമ്പറ്റീഷൻ ടൈം ഉണ്ട്. അതെപ്പോഴാ കോമ്പറ്റീഷൻ ടൈം? ഇനിയിപ്പോ വരുന്നത് ഡിസംബറിലാണ്. അതെ, ഇതിപ്പോ നമ്മൾ ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തു എന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് നമുക്ക് ഒരു വരുമാനം കിട്ടുന്നത് എങ്ങനെയാണ്? ഞങ്ങൾക്ക് അങ്ങനെ വരുമാനമായിട്ടല്ല ഞങ്ങൾ ഇത് കാണുന്നത്. ഞങ്ങളുടെ ഒരു സ്പോർട്സ് ഇവന്റ് ആണ്. അപ്പൊ വേറെ എന്താ ജോലി ചെയ്യുന്നത്? ജോലി ഇപ്പോൾ ഞാൻ RCBയുടെ അസിസ്റ്റന്റ് ഫിറ്റ്നസ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ റെഡ് കാർട്ടണിൽ ഫിറ്റ്നസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു, ബാംഗ്ലൂർ. ഓക്കെ, കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്തടുത്ത ആൾക്കാരെ കാണുമ്പോൾ ചോദിക്കാം. നോക്കട്ടെ. അടുത്തത് 2012 മിസ്റ്റർ കേരള ശ്യാം ഗോപിനാഥ്. ശ്യാം ഗോപിനാഥ് ചേട്ടൻ 2012 മിസ്റ്റർ കേരള. 2012 മിസ്റ്റർ കോട്ടയം മിസ്റ്റർ കേരള. എത്ര മണിക്കൂർ ജിമ്മിൽ ചെലവാക്കുന്നുണ്ട് ഒരു ദിവസം? ഒരു 1-2 മണിക്കൂറോളം ചെയ്യുന്നുണ്ട്. ഓഫ് സീസണിൽ 2 മണിക്കൂറാണെങ്കിൽ സീസണിൽ നിങ്ങൾ എത്ര മണിക്കൂർ അടിക്കും? സീസണിൽ ഇപ്പോൾ 2-3 മണിക്കൂറൊക്കെ ചെയ്യും. പക്ഷേ ജിംനേഷ്യത്തിൽ ചേർന്ന പലരും ഏകദേശം 2 മാസം കൊണ്ട് തന്നെ ഇത് ഉപേക്ഷിച്ച് പോകുന്നു എന്ന് കേൾക്കുന്നത് ശരിയാണോ? ശരിയാണ്. അതെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വിചാരം എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ മസിലായി സിക്സ്പാക്കായി നല്ല സൈസായിട്ട് ഇറങ്ങാന്നാണ്. ബോഡി ബിൽഡിനെ സംബന്ധിച്ചോളം കുറച്ച് സമയം എടുക്കുന്ന ഒരു കായിക. കുറച്ച് ദിവസം ആയാലേ അങ്ങനെ നടക്കുള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങോട്ട് നിന്നോളൂ. അടുത്തത് 2015-2016 മിസ്റ്റർ ആന്ധ്രാപ്രദേശ് കേരള. കറക്റ്റ്. അഭിജിത്ത് രാജു. ഒരേ വർഷം പലർക്ക് കിട്ടിയെന്ന് പറയുന്നത് വെയിറ്റിനനുസരിച്ചിട്ടാണ് അല്ലേ? നിങ്ങൾ എത്ര കിലോ തൂക്കത്തിലായിരുന്നു? 65 കിലോ. നിങ്ങളോ? 90 മേലെ കിലോ ഉള്ളത്. ഇപ്പോ 93 ഇനി ഡിസംബർ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കൂട്ടിയിട്ട് ലാസ്റ്റ് 1 മന്ത് കട്ട് ചെയ്യും. അതായത് ഒരു 100 119 വന്നിട്ടുണ്ട്. 119 കിലോ തൂക്കമൊക്കെ വന്നിട്ടുണ്ടോ? നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലെ ഇത് കൂട്ടാൻ കുറയ്ക്കാൻ എങ്ങനെയാ പറ്റണത്? കാരണം 3 മാസത്തെ ഫുഡ് ഡയറ്റ് ലാസ്റ്റ് 1 ടൈം കട്ടിങ് അത് വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ആ മാസ് ഗെയിൻ എന്നുള്ള മാറിയിട്ട് പീസിലേക്ക് ഇത് കൂട്ടാവും, ചേഞ്ച് ആവും. അതായത് റാപ്പ് ബോഡി ആവും. ഇങ്ങനെ കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന ശരീരത്തിന് കേടൊന്നും അല്ല, ഒരു കുഴപ്പമില്ല. നിങ്ങൾ അതിന്റെ കൃത്യമായ പ്രോപ്പർ വഴികളിലൂടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? സൽമാൻ ഖാൻ ചെയ്യുന്നില്ലേ? എന്ത് ചെയ്യുന്നുണ്ട്? അല്ലേ കൂട്ടുകയും കുറയ്ക്കും, എന്ത് കണക്ക് കൂട്ടും കുറയ്ക്കുകയും ചെയ്യും. ഞാൻ കാണുന്നതല്ലെന്നിട്ട് പുള്ളി അങ്ങനെ തന്നെ ഇരിക്കുന്നത്. ആമിർ ഖാൻ ഇടയ്ക്ക് ആമിർ ഖാൻ ഇച്ചിരി വെയിറ്റ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വേറെ സൽമാൻ ഖാൻ ആവശ്യമില്ലാത്ത കാര്യത്തിൽ വിളിച്ചിരിക്കരുത്. ഈ ഷർട്ട് അയക്കുന്ന പ്രസ്ഥാനം കൊണ്ടുവന്ന് തന്നെ പുള്ളിയാണ്. അത് ശരിയാ കേട്ടോ. അപ്പൊ ചേട്ടൻ ഇങ്ങോട്ട് വരും. നീങ്ങുന്നുള്ളൂ. എനിക്കിങ്ങനെ കുളിർമ ഇങ്ങനെ ഏറി വരുന്നു. എനിക്കും വരുന്നുണ്ട്. അവരാരും അടുത്തുനിന്ന് എനിക്കൊരു കുളിരുമില്ല. ഈ അവസ്ഥയിൽ നീ അടുത്ത് വെക്കുന്ന തന്നെയാ കുളിര്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് നിന്നോ. അതല്ലേ ഞാൻ മിണ്ടാണ്ടേക്കണത്. അടുത്ത ആളെ വിളിക്കും. 2015 പോരട്ടെ. മിസ്റ്റർ കേരള വിപിൻ. നമസ്കാരം. എവിടുന്ന് വരുന്നു? ഞാൻ കോട്ടയം. കോട്ടയത്ത് ഏത് പ്രദേശത്ത് നിന്നാണ് വരുന്നത്? കടുത്തുരുത്തി. നമ്മൾ ഏകദേശം അയൽവക്കാരാണല്ലോ. ഞാൻ പെരുവല്ല വീട്. എന്നിട്ട് നമ്മൾ കടുത്തുരുത്തിയിൽ വെച്ച് എന്തുകൊണ്ട് ഇതുവരെ കണ്ടില്ല? എല്ലാത്തിനും ഓരോന്നിനെ സമയമില്ലേ ഈ കേരളത്തിലെ ആമ്പിള്ളേർക്ക് 6 പാക്ക് എന്തിനാടാ എന്ന് ചോദിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എന്താണ് വിപിന്റെ റെസ്പോൺസ്? 6 പാക്ക് വേണം. പറഞ്ഞു കൊടുക്കാം. ഇല്ലാത്തവർക്ക് ഉള്ളവരോട് ഒരു കുശുമ്പ് അതിന് ചോദിക്കാലോ. അതിനത്ര ചോദിക്കാം, അത്രേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും എല്ലാവരും അങ്ങനെയാണ്. ഒരുപാട് പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ എല്ലാവരും ഇന്ന് എന്നെ അസൂയ കൊണ്ട് അങ്ങനെ അങ്ങോട്ട് നീങ്ങി
നീങ്ങിന്നോളൂ കേട്ടോ. എന്നോട് ഒരു അസൂയ തോന്നുന്നുണ്ടോ? എന്നോട് ചെറിയ അസൂയുണ്ട്, പക്ഷെ അവരോട് അതിനേക്കാളും വലിയ സിമ്പതിയാണ് എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടന്മാരെല്ലാം മസിലൊന്ന് വിറപ്പിച്ച് പേടിപ്പിച്ചേ. ഇതുപോലെ പല ട്രിക്കുകളും ഞങ്ങൾ കാണിക്കും. നോക്കട്ടെ, അടുത്ത ആള് വരട്ടെ. അടുത്തത് സിംഹമാണ്. സിംഹം ആണോ? 2004 മുതൽ 2016 വരെ 10 പ്രാവശ്യം മിസ്റ്റർ റെയിൽവേ ആയിരുന്നു. 6 പ്രാവശ്യം മിസ്റ്റർ ഇന്ത്യ. പറഞ്ഞ ശരിയായി. 2014 ഏഷ്യൻ ചാമ്പ്യൻ. ഇപ്പൊ 60 കിലോ കാറ്റഗറിയില് വേൾഡിൽ 6th ആണ് അദ്ദേഹം. ലോകത്തിൽ 6ാമതായി നിൽക്കുന്ന ഒരാളെ നമ്മളുടെ വേദിയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയത് നമ്മുടെ ഒരു വലിയ അഭിമാനമാണ്. അപ്പൊ വിളിച്ചേക്കാം. വിളിക്കോ അനു. പത്ത് തവണ റെയിൽവേയില് മെഡൽ മേടിച്ച ആളാണ് ഇദ്ദേഹം. കാരണം ഇവരൊക്കെ പറഞ്ഞു 2 വർഷം ശ്രമിച്ചാൽ മതി, 3 വർഷം ശ്രമിച്ചാൽ മസിലുണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ 10 വർഷം പലരും കിണഞ്ഞ് ശ്രമിച്ചിട്ടും ഇദ്ദേഹത്തെ ഈ കാറ്റഗറിയിൽ തോൽപ്പിക്കാനായിട്ട് പറ്റിയില്ല. വളരെ പേഴ്സണൽ ആയിട്ടൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. നിന്നെ കണ്ടിട്ടോ, നിന്റെ സൗന്ദര്യം കണ്ടിട്ടോ അല്ല നിന്നെ ഞാൻ കല്യാണം കഴിച്ചത്. അതെ, ഞാൻ ചോദിക്കുന്നോണ്ട് ചേട്ടന് നാണം തോന്നരുത്. നിങ്ങൾ വാക്സ് ചെയ്യോ? ഇല്ല. പിന്നെ ഇങ്ങനെ ഒറ്റ രോമം പോലും ഇല്ലല്ലോ ദേഹത്ത്. അത് ഇതിനു വേണ്ടിട്ട് ഷേവ് ചെയ്ത. ഇതൊരു സ്ഥിരം ഇതായിട്ടല്ല, ഇന്ന് ഇങ്ങനെ ഷോ ഉണ്ടെന്ന് പറഞ്ഞു, അപ്പൊ അതിനു വേണ്ടി ഷേവ് ചെയ്ത് അതിനായിട്ട് വാക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വാക്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? രോമമേ ഇല്ലാത്ത ആൾക്കാര്. അപ്പൊ ചില എന്തെങ്കിലുമൊക്കെ സിനിമ കണ്ടാലും ഒക്കെ നിങ്ങൾക്ക് രോമാഞ്ചം ഉണ്ടാവും എന്നുള്ള പേടി വേണ്ട അല്ലേ? നിങ്ങൾക്കൊക്കെ വനിതാ ആരാധകർ എത്രമാത്രം ഉണ്ട്? നമ്മുടെ കേരളത്തിലുള്ള പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. അല്ല, ആരും അങ്ങനെ, അവർക്ക് ഇഷ്ടമുണ്ട്, ഉള്ളിൽ ഇഷ്ടമുണ്ട്, പക്ഷെ അത് പുറത്ത് കാണിക്കല്ല. പക്ഷെ അതേ സ്ഥാനത്ത് കേരളത്തിലൊരു കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ പെണ്ണുങ്ങൾ കാണാനായിട്ട് ഉണ്ടാവും. നമ്മൾ നോർത്ത് ഇന്ത്യ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താണെന്നുള്ളത് നമുക്ക് ബോധ്യമാവും. ഏതെങ്കിലും ഒരു വനിതാ ആരാധക ഇന്ന് വരെ മറ്റാർക്കും, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു അത്ഭുതം തോന്നുന്ന ഒരു ഗിഫ്റ്റ് കൊണ്ട് തന്നിട്ടുണ്ടോ? ഞാൻ മാരീഡാണ്. അതെ, മാരീഡ് ആണെങ്കിൽ ഒരു വാച്ച് കിട്ടി എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. ഭാര്യ ഈ ഫുഡ് നിങ്ങളുടെ ഡയറ്റിനനുസരിച്ചൊക്കെ ഉണ്ടാക്കി തരാറുണ്ടോ? രാവിലെ എണീറ്റ് 10 മുട്ട പുഴുങ്ങിത്താന്നൊക്കെ പറഞ്ഞാൽ ചെയ്തു തരുമോ? അല്ലെങ്കിൽ ഞാൻ നേരെ പുട്ടുണ്ടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ടാക്കി തന്നില്ല. അങ്ങനെ ഒരു ചെയ്തു തന്നില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു പൊസിഷനിലേക്കൊന്നും എത്തിപ്പെടാൻ പറ്റില്ല. നമുക്ക് അത്രയും ഒരു കോർഡിനേറ്റ് ആയിട്ടുള്ള ഒരു വൈഫ് ഉള്ളതുകൊണ്ട് മാത്രമാണ്. മക്കളോ? മോള് 4th സ്റ്റാൻഡേർഡിൽ പഠിക്കും. 4th സ്റ്റാൻഡേർഡിലാണ്. മോള് അച്ഛന്റെ മസിലിന്റെ ഒരു ആരാധികയാണോ? ഭയങ്കര ആരാധിക, എന്റെ ഫാനാ. സ്കൂളിൽ ചെന്ന് എന്നെ കുറിച്ചാ പറയുന്നത്. ടീച്ചർമാർക്ക് എല്ലാവർക്കും എന്നെ അറിയാം. അച്ഛനെ വിളിച്ചോണ്ട് വന്നിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി എന്നൊക്കെ പറയുന്ന ടീച്ചർമാർ വരുമ്പോ അച്ഛൻ തട്ടടാ സേതുക്കാട്ട് കൊടുത്ത കാശ് കുടിക്കാൻ കാശാ എങ്ങനെ ഇത് എന്റെ ഫുഡ് ഫോളോ ചെയ്യുന്നത്. എന്റെ മുട്ടയുടെ വെള്ള, തന്തൂരി ചിക്കൻ, ഇതൊക്കെയാണ് പുള്ളിക്കാരിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. നിങ്ങളിനകത്ത് ഇപ്പൊ ശക്തിയേക്കാൾ അപ്പുറം ഭാഗ്യം, ബുദ്ധി, ഇതൊക്കെ ആരാണ് സഹായിക്കുന്നത് അറിയാൻ വേണ്ടി നിങ്ങൾ 5 പേര് നേരെ കയറി നിന്നോളൂ. നിങ്ങളിൽ നിന്നും ഒരാൾ ഇപ്പോൾ തന്നെ ഈ മത്സരത്തിൽ നിന്നും ഔട്ടായി പോകേണ്ടതായിട്ട് വരും. നന്ദിനി അവർക്കുള്ള സ്ലേറ്റുകൾ കൊടുക്കൂ. തുടർന്ന് നിങ്ങളോടൊപ്പം മത്സരിച്ചാൽ നിങ്ങൾക്ക് തന്നെ ഭീഷണിയാവാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ഒരാളെ നിങ്ങൾക്കിപ്പോൾ ഔട്ടാക്കാം. ആ നമ്പർ നിങ്ങൾക്ക് എഴുതാം, എഴുതിക്കോളും. One, 2, 3. ഇന്ന് 2 ആളുകൾ 2 പേരുടെ നമ്പർ വീതം എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ടൈ വന്നിരിക്കുകയാണ്. അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരാൾ സ്വന്തം നമ്പർ എഴുതിയിട്ടുണ്ട് ഈ കൂട്ടത്തിൽ. ഈ എപ്പിസോഡ് കണ്ടോണ്ടിരിക്കുന്ന പെമ്പിള്ളേരുണ്ടെങ്കിൽ അയ്യോടാ ചേട്ടനെ ഞാനൊന്ന് ഇഷ്ടപ്പെട്ട് വരികയായിരുന്നു, അപ്പോഴാണല്ലോ ചേട്ടൻ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്ന് തോന്നിക്കഴിഞ്ഞു. എന്തുകൊണ്ടാണ് സ്വന്തം നമ്പർ എഴുതിയത്? എല്ലാരും എന്റെ ഫ്രണ്ട്സ് ആണ്. അപ്പം
ഞാൻ ഒരാൾക്കിട്ട് പണി കൊടുക്കുന്നത് ശരിയല്ലല്ലോ. ഇഷ്ടം കൂടി. ഇതിനപ്പുറം ഇനി എന്തോ കൊടുക്കാനാ? നിങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് ഉറപ്പായല്ലോ. ഇതെന്റെ ആശാനാണ്. എന്നെ ആദ്യമായിട്ട് കോമ്പറ്റീഷൻ ഇറങ്ങുന്ന എന്റെ ആശാനാണ്. അപ്പൊ ആശാൻ നമ്പർ എനിക്ക് എഴുതാൻ പറ്റിയല്ല. കുരിശാപം. അത് പുള്ളിക്ക് മനസ്സിലായി. രണ്ട് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും പോയാലും കുഴപ്പമില്ല, ഗുരുവിന്റെ ശാപം വേണ്ട. അതിൽ മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്, ആരും ആശാന്റെ നമ്പർ എഴുതിയിട്ടില്ല. കാരണം ഇവർക്കറിയാം ആശാൻ ഇവർക്കിട്ട് പണിയും എന്നുള്ളതും ആശാൻ ശക്തനാണെന്നും പിള്ളേർക്ക് അറിയാവുന്നതുകൊണ്ട് ആശാന്റെ നമ്പർ മാത്രം ആരും എഴുതിയില്ല. നേരെ അങ്ങോട്ട് പോയിരുന്നോളും, അവിടെ ചെല്ലും. ആശാനും അകത്തോട്ട് പോട്ടെ. ആശാനോടൊപ്പം ഒരു ശിഷ്യനും കൂടെ അകത്തോട്ട് പോക്കോളൂ. എപ്പോൾ ഈ മത്സരത്തിൽ ടൈ ഉണ്ടാകുന്നോ ആ സമയത്ത് നമ്മൾ ആശ്രയിക്കുന്നത് പുരുഷു എന്ന കമ്പ്യൂട്ടറിനെയാണ്. പുരുഷു നിങ്ങൾക്ക് 2 ചിത്രങ്ങൾ കാണിച്ചു തരും. ഒരു ചിത്രത്തിൽ ഇൻ, മറ്റൊരു ചിത്രത്തിൽ ഔട്ട്. ആർക്ക് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ നിർണ്ണയിക്കപ്പെടുന്നത്. പുരുഷു പടം കാണിച്ചോളൂ. അതിനു മുമ്പ് ഞാൻ പുരുഷുവിനോടൊരു കാര്യം പറയട്ടെ. പുരുഷു, ഇവരെ 2 പേരെ അനുഗ്രഹിക്കണേ. ഓ, നോക്കട്ടെ കിട്ടുമെന്നുള്ളത്. ഇതുവരെ ഞാനത് പറഞ്ഞിട്ടില്ല, ചിലപ്പോ പുരുഷ കേട്ടാലോ. ഇവിടെ വന്നിരിക്കുന്നത് ഉർവശി ചേച്ചിയുടെയും ശോഭനയുടെയും പടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കാം. അതിലൊരാളുടെ ബാക്കിൽ ഇൻ എന്ന് എഴുതിയിട്ടുണ്ട്, ഒരാളുടെ പുറകിൽ ഔട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങളിൽ ആര് തിരഞ്ഞെടുക്കണം എന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കും. ശോഭന. എന്തുകൊണ്ടാണ് ശോഭനയെ തിരഞ്ഞെടുത്തത്? ശോഭന എനിക്ക് പണ്ട് തൊട്ടേ വലിയ ഇഷ്ടമുള്ള ഒരു നടിയാണ്. അതുകൊണ്ട് ശോഭനയെ തന്നെ തിരഞ്ഞെടുത്തു. ശോഭന ചതിക്കുമോ? ചതിക്കിയാലെന്നാണ് വിശ്വാസം. ഉർവശി ചേച്ചിയാണ് കിട്ടിയിരിക്കുന്നത്. കുഴപ്പമില്ല. തോറ്റുപോയാൽ എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് എല്ലാവരും. അപ്പോൾ എനിക്കത് സങ്കടമൊന്നുമില്ല, സന്തോഷവും. പുറത്തു നിന്നിട്ട് കരയരുത്. ഇല്ലില്ല, അവർ മത്സരിക്കുന്നത് കാണാനൊരു സന്തോഷം. ആയിക്കോട്ടെ. എന്നാൽ ഓപ്പൺ ശോഭന. നമ്മളാണ് പ്രതിയായി പോയത് അല്ലേ? എന്താ പറയാനുള്ളത് ഈ സമയത്ത്? എനിക്ക് സങ്കടമൊന്നുമില്ല. ഈ ഒരു ഫ്ലോറിൽ നിൽക്കാൻ സാധിച്ചു തന്നെ വളരെ സന്തോഷം.